ബീഹാറിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പും കഴിഞ്ഞു. ഒന്നാം ഘട്ടത്തിൽ 65.09% പോളിംഗ് എങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അത് 67% മുകളിലേക്ക് ഉയർന്നു. കൃത്യമായ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടതനുസരിച്ചാണെങ്കിൽ 67% പോളിംഗ് രണ്ടാം ഘട്ടത്തിൽ, 67.14% പോളിംഗ് രണ്ടാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ കിഷൻഗഞ്ചിലാണ്. അവിടെ ഏറ്റവും ഉയർന്ന പോളിംഗ് 76.26%. നവാഡയിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ്, അത് 57.31%. ഈ 60%-ൽ താഴെ പോളിംഗ് രേഖപ്പെടുത്തിയ ഏക മണ്ഡലം കൂടിയാണത്. ഈ ശരാശരി ഈ പറഞ്ഞതുപോലെ 60%-ന് മേളിലേക്ക് പോളിംഗ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നണികൾ വലിയ പ്രതീക്ഷയിലാണ്. പക്ഷേ വോട്ടെടുപ്പ് പൂർത്തിയായി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ 8 എക്സിറ്റ് പോളുകൾ പുറത്തു വന്നു. ഒരെണ്ണം പോലും മഹാസഖ്യം, നമ്മുടെ കോൺഗ്രസിൻ്റെ യുവരാജാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യം അഥവാ ഇന്ത്യ മുന്നണി ബീഹാർ ഭരിക്കും എന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം NDAക്ക് ഭരണ തുടർച്ച എല്ലാവരും പ്രവചിക്കുന്നു. കേവല ഭൂരിപക്ഷം കടന്ന് വലിയ ഭൂരിപക്ഷത്തിലേക്ക് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി പോകാനുള്ള സാധ്യത പോലും പ്രവചിച്ചിട്ടുണ്ട്. 150-ലധികം സീറ്റുകൾ BJP ജയിക്കും. ഏതാണ്ട് 167 സീറ്റുകളിലേക്ക് BJP ജയിക്കും എന്ന് പറഞ്ഞ എക്സിറ്റ് പോൾ പോലും ഉണ്ട്. അതേസമയം 80 സീറ്റുകൾ, 90-നും 80-നും ഇടയ്ക്ക് സീറ്റുകളിൽ മഹാസഖ്യം ഒതുങ്ങും. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ പോകുന്നത് RJD മാത്രമാണ്. ബാക്കി ആർക്കും അവിടെ കാര്യമായ ചലനങ്ങൾ ബീഹാറിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ആസൂത്രണത്തിൽ വിദഗ്ധനായ പ്രശാന്ത് കിഷോറിൻ്റെ ജൻസ്വരാജ് പാർട്ടിക്കും വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. 1-2 സീറ്റുകളിൽ ചിലപ്പോൾ ജയിച്ചേക്കാം, പരമാവധി 5 സീറ്റുകളിൽ വരെ ജയിച്ചേക്കാം. പക്ഷെ അതൊന്നും NDA സഖ്യത്തിനൊരു വെല്ലുവിളിയല്ല എന്നാണ് ഈ എക്സിറ്റ് പോളുകൾ പറയുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ഡൽഹി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ മുങ്ങിപ്പോയെങ്കിലും ബീഹാറിലെ ജനങ്ങൾ, രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ പങ്കെടുത്ത പങ്കാളികളായ ബീഹാറിലെ ജനങ്ങൾ, വോട്ടർമാർ ഒട്ടും തന്നെ ആവേശം ചോരാതെ വോട്ട് ചെയ്തു. അത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ്, ജനാധിപത്യത്തിൻ്റെ മനോഹാരിതയാണ്, ജനാധിപത്യത്തിൻ്റെ ഗാംഭീര്യമാണ്. കാരണം നമ്മൾ നിരക്ഷരകുക്ഷികളെന്നും അറിവില്ലാത്തവരെന്നും വിവരം കെട്ടവരെന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടുന്ന ഒരു ജനതയാണ് ബീഹാറിലുള്ളത്. അതൊക്കെ പഴയ ബീഹാറാണ്. ഇന്നത്തെ ബീഹാർ അങ്ങനെയൊന്നുമല്ല. ധാരാളം IAS ഉദ്യോഗസ്ഥരെ സിവിൽ സർവീസിലേക്ക് ധാരാളം പേരെ സംഭാവന ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണിന്ന് ഗുജറാത്ത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലിരുന്ന് നമ്മളിങ്ങനെ എന്താ പറയുക, മനപ്പായസമുണ്ട്, ആകാശക്കോട്ട കെട്ടി ഇങ്ങനെ ഓരോന്ന് സങ്കല്പിക്കുകയാണ്. അതൊന്നുമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി. വളരെ പിന്നിൽ കിടന്ന സംസ്ഥാനങ്ങൾ പലതും ഇന്ന് വലിയ രീതിയിൽ മുന്നേറുകയാണ്. കേരളം അവിടെയൊക്കെ പിന്നിലായിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ, ക്രമസമാധാനത്തിൻ്റെ കാര്യത്തിലൊക്കെ കേരളം പതുക്കെ ജംഗിൾ രാജിലേക്ക് പോകുന്ന ഒരു ചിത്രമാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, അതല്ല നമ്മുടെ വിഷയം. ഇവിടെ ബീഹാറിൽ പ്രതീക്ഷിച്ചതാണ് നമ്മളെല്ലാവരും. ഞാൻ പല ചർച്ചകളിലും മുമ്പ് പറഞ്ഞതാണ്, നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന ഒരു സർക്കാരായിരിക്കും ബീഹാറിൽ വരാൻ പോകുക എന്ന്. അത് പലപ്പോഴും നമ്മൾ മറ്റു പലരുടെയും ചർച്ചകൾ കാണുന്ന കൂട്ടത്തിൽ എന്നെ വളരെയധികം ആകർഷിച്ച, എന്നെ വളരെ യുക്തിയോടുകൂടി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു ചർച്ച നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെതാണ്. അദ്ദേഹം ഒരു ചാനലിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ നിതീഷ് കുമാർ നരേന്ദ്രമോദി കൂട്ടുകെട്ടെന്ന് പറയുന്നത് ഒരു വല്ലാത്ത കൂട്ടുകെട്ടാണ്. ആ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കോമ്പിനേഷനാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ ഒരു രാഷ്ട്രീയ കോമ്പിനേഷനാണ്. കാരണം നരേന്ദ്രമോദിയെ പോലെ കേന്ദ്രത്തിൽ ഇത്രയും ഒരു എന്താ പറയുക, ജനങ്ങളെ ആകർഷിക്കുന്ന വിധത്തിൽ ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നേതാവ്,
ബീഹാറിൽ അതുപോലെ തന്നെ ബീഹാറിലെ ജംഗിൾ രാജ് അവസാനിപ്പിച്ച് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തി ബീഹാറിനെ വികസനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന നിതീഷ് കുമാറിനെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും ഒരു പ്രത്യേകതയുണ്ട് ഈ രണ്ടുപേരുടെ കാര്യത്തിലും. ഇരുവർക്കുമെതിരെ ഒരു അഴിമതിയും ആരോപിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരു വിധത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ എന്ത് അഴിമതിയാണ് ഈ കഴിഞ്ഞ 11 വർഷത്തിനിടയ്ക്ക് ഉയർന്നു കേട്ടത്? ഒരെണ്ണം നമുക്ക് പറയാനില്ല. ഇവിടെ പ്രതിപക്ഷം കൊണ്ടുപിടിച്ച് എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ചൗക്കീദാർ ചോർ ഹേ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു, ഞാൻ ചൗക്കീദാറാണ്, ഞാൻ നിങ്ങളുടെ കാവൽക്കാരനാണ്, നിങ്ങളുടെ സേവകനാണ്, നിങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്, പ്രധാനമന്ത്രി കസേരയിലിരുന്ന് പണിയെടുക്കുന്നത് അതിനാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിന് ബദലായിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഒരു ആക്ഷേപമാണ് ചൗക്കീദാർ ചോർ ഹേ. പക്ഷെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഒരംഗം പോലും അത് ഏറ്റെടുത്തില്ല. നമ്മുടെ കേരളത്തിലെ ഒരു വളരെ പ്രമുഖനായ നേതാവാണ് KC വേണുഗോപാൽ. അദ്ദേഹം കോൺഗ്രസിൻ്റെ AICC ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, നിസ്സാരക്കാരനല്ല. മല്ലികാർജുന ഖാർഗെ കഴിഞ്ഞാൽ രണ്ടാമൻ എന്ന് തന്നെ പറയാം. ആ വേണുഗോപാൽ പോലും രാഹുൽ ഗാന്ധിയുടെ ഈ ആക്ഷേപം ഏറ്റെടുക്കുകയോ കേരളത്തിൽ എവിടെയെങ്കിലും അദ്ദേഹം പ്രസംഗിച്ചതായിട്ടോ 1-2 തവണയൊക്കെ പറഞ്ഞു എന്നിട്ട് മൂടി വെച്ചു. അത് ആവർത്തിക്കുന്നതായിട്ട് നമ്മൾ കേട്ടില്ല. ഇങ്ങനെ രാഹുൽ ഗാന്ധി നിരന്തരം കൊണ്ടുവന്ന പിന്നെ അദ്ദേഹം പറഞ്ഞു ഈ റഫേൽ ഇടപാടിൽ അഴിമതിയുണ്ടെന്ന്. എവിടെ തെളിഞ്ഞു? അതുമായിട്ട് പൊക്കിപ്പിടിച്ച് സുപ്രീം കോടതിയിലൊക്കെ പോയി, ഒരു ചുക്കും സംഭവിച്ചില്ല. ഇങ്ങനെ ഉണ്ടയില്ല വെടി പൊട്ടിച്ച് രാഹുലും സഹോദരി പ്രിയങ്കയും കൂടി നരേന്ദ്രമോദിയെ കൂടുതൽ കരുത്തനാക്കി മാറ്റി. ജനങ്ങളുടെ മുന്നിൽ ഈ പ്രതിപക്ഷ നേതാവ് കൊണ്ടുവരുന്ന നനഞ്ഞ ഓലപ്പടക്കം മുഴുവനും ഷൂന്ന് പറഞ്ഞ് കത്തിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ രാഷ്ട്രീയമായ പരാജയമാണ് കോൺഗ്രസിൻ്റെ, രാഹുലിൻ്റെ, പ്രിയങ്കയുടെ, നെഹ്റു കുടുംബത്തിൻ്റെ. ഇത് തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യം, ഈ അവസ്ഥ, കോൺഗ്രസ് ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഒരു എന്താ പറയുക, കാറ്റത്ത് ആടി ഉലഞ്ഞ് പായ്ക്കപ്പൽ എങ്ങനെയാണോ ഈ പായ്വഞ്ചി അതിലെ പായ്കളെല്ലാം കീറി ഈ കാറ്റത്ത് ആടി ഉലഞ്ഞ് സഞ്ചരിക്കുന്നത്, അതുപോലെ ദിക്കറിയാതെ, ലക്ഷ്യമില്ലാതെ, ഗതിയില്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആടി ഉലഞ്ഞ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വെള്ളം കയറിയ മുങ്ങാൻ പോകുന്ന കപ്പലാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആ പറയുന്നവരെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഇന്നത്തെ ഈ സോണിയ കുടുംബം ഈ കോൺഗ്രസ്സിനെ അങ്ങനൊരു ദുർഗതിയിൽ എത്തിച്ചിരിക്കുന്നു. അത് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാവും. ബീഹാർ തെരഞ്ഞെടുപ്പ് ഒരു വഴിത്തിരിവാണ്. കോൺഗ്രസ് ഇനി ഇന്ത്യയിൽ തുടരണോ വേണ്ടയോ? ഇപ്പോഴും ഞാൻ പറയുന്നു, ബീഹാറിൽ കോൺഗ്രസ് അമ്പയെ പരാജയപ്പെട്ടു. കോൺഗ്രസ്സിന് അവിടെ യാതൊരു സ്വാധീനവും ഉണ്ടാക്കാൻ കഴിയില്ല. ബീഹാറിൽ കഴിയില്ല, ബംഗാളിൽ കഴിയില്ല, തമിഴ്നാട്ടിൽ കഴിയില്ല. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വട്ടപൂജ്യമാണ്. ഗുജറാത്തിൽ ഈ പറയുന്ന BJP വലിയ വിജയം നേടുന്ന ഗുജറാത്തിൽ പോലും കോൺഗ്രസ് ഉണ്ട്. ഗുജറാത്തിൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള വോട്ട് ശതമാനത്തിലുള്ള വ്യത്യാസം വളരെ കുറവാണ്. പക്ഷെ ഞാൻ ഈ ചൂണ്ടിക്കാട്ടിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മരുന്നിന് പോലുമില്ല. അങ്ങനെയുള്ള കോൺഗ്രസ് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ബീഹാറിലത്. അവിടെ ബീഹാറിൽ NDAയെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാവി ഇരുളടഞ്ഞതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ കോൺഗ്രസ് വളരെ ദയനീയമാണ്. ഇപ്പോഴും കർണാടകയിൽ ഭരണമുണ്ട്, തെലങ്കാനയിൽ ഭരണമുണ്ട്, ഹിമാചൽ പ്രദേശിൽ ഭരണമുണ്ട്, മറ്റു പല സംസ്ഥാനങ്ങളിലും രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ പല സംസ്ഥാനങ്ങളിലും, ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്, മറ്റു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. ഹരിയാനയിൽ കോൺഗ്രസും BJPയുമായിട്ട് കേവലം 1% വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. കൃത്യമായ ജനാധിപത്യ സംവിധാനത്തിൽ കൂടെ നടന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനെയാണ് കോൺഗ്രസ് ജയിച്ച മണ്ഡലങ്ങളിൽ പോലും BJP വോട്ട് ചോരി നടത്തിയെന്നും പറഞ്ഞ് ഈ എന്താ പറയുക, ബൂമറാങ്ങുമായിട്ട് സ്വയം തിരിച്ചടിക്കുന്ന ബൂമറാങ്ങുമായിട്ട് രാഹുൽ രംഗത്ത് വന്നത്. ഇതൊന്നും ഒരു പ്രതിപക്ഷ നേതാവിന് യോജിച്ചതല്ല. അദ്ദേഹം രാഷ്ട്രീയമായിട്ട് BJPയെ നേരിടണം. ജനം ആഗ്രഹിക്കുന്നത് അതാണ്. നിങ്ങൾ രാഷ്ട്രീയം പറയൂ. BJPയെ വിമർശിക്കാൻ കാര്യമാത്ര പ്രസക്തമായി BJPയെ വിമർശിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് വരൂ. ജനം പിന്തുണയ്ക്കും നിങ്ങളെ.
അതൊന്നുമില്ലാതെ വെറുതെ ആരൊക്കെയോ ഈ PR ഏജൻസികൾ രാഷ്ട്രീയം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഈ പറയുന്ന പ്രൊപ്പഗാൻഡ വാറിൽ മാത്രം മിടുക്കുള്ള PR ഏജൻസികൾ പറഞ്ഞു കൊടുക്കുന്നത്. രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവ് ജനങ്ങളുമായിട്ട് നിരന്തരം ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ നയിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളിന് പകരം ഈ വാർ റൂമിലിരുന്ന് പ്രൊപ്പഗാൻഡ വാർ നടത്തുന്ന, പ്രചാരണ യുദ്ധം നടത്തുന്ന PR ഏജൻസികളുടെ ചുവട് പിടിച്ച് മുന്നോട്ട് പോകുന്ന രാഹുൽ, അതുപോലെ തന്നെ ഈ രാജ്യത്ത് മരുന്നിന് പോലുമില്ലാത്ത ഈ ഇടതുപക്ഷം എന്ന് സ്വയം അഭിമാനിക്കുന്ന ഈ അർബൻ നക്സലുകളുടെയും അതുപോലെ മാവോവാദികളുടെയും അവരുടെ ബുദ്ധിജീവികളുടെയും ഒക്കെ പ്രതിനിധികൾ അവർ നൽകുന്ന ഉപദേശം ഇതാണ് രാഹുലിനെ അപകടത്തിലാക്കുന്നത്. എന്തായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. ആരാണ് ജയിക്കുന്നതെന്ന് അപ്പോൾ കൃത്യമായിട്ട് അറിയാം. NDA വിജയിച്ചാൽ അത് തീർച്ചയായിട്ടും മഹാഗഠബന്ധൻ, മഹാസഖ്യത്തിനും കോൺഗ്രസിനും അത് വലിയ നാണക്കേട് മാത്രമല്ല, അവരുടെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടും. അതുപോലെ അതേസമയം NDAക്ക് പരാജയമുണ്ടാവുകയും അവിടെ മഹാഗഠബന്ധൻ വിജയിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അത് BJPയുടെ ഭാവി, അതായത് NDAയുടെ ഭാവി അത് അപകടത്തിലാക്കും എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് 14-ാം തീയതി ശനിയാഴ്ച ഏതാണ്ട് രാവിലെ ഒരു 12 മണിയാവുമ്പോൾ നമുക്ക് വളരെ കൃത്യമായ ഒരു ചിത്രം നമുക്ക് കിട്ടും. ആർക്കാണ് ബീഹാറിൻ്റെ ചെങ്കോൽ ലഭിക്കുക? അത് നിതീഷിൻ്റെ കൈകളിൽ തന്നെ ഇരിക്കുമോ, അതോ അത് അവിടെ നിന്ന് ബീഹാറിലെ ജനങ്ങൾ പിടിച്ചു വാങ്ങി അത് തേജസ്വി യാദവിനെ ഏൽപ്പിക്കുമോ എന്നുള്ള ചോദ്യത്തിന് നവംബർ 14-ാം തീയതി രാവിലെ ഏതാണ്ട് ഒരു 11-12 മണിയോടുകൂടി നമുക്ക് കൃത്യമായ ഒരു ഉത്തരം, ഒരു സൂചന നമുക്ക് ലഭിക്കും.